നമസ്കാരം, ടാക്ടിക്സിലേക്ക് സ്വാഗതം. എൻ്റെ കൂടെ ജയേഷ് പൂക്കോട്ടൂർ, ഹാരിസ് നെന്മാറ. ഇന്ത്യ വളരെ മനോഹരമായി തന്നെ സെമിയിലേക്ക് എത്തിയ മത്സരം. സഞ്ജു സാംസൺ സെഞ്ചുറിക്ക് തുല്യമുള്ള ഒരു 97 റൺസുമായി, മൂല്യമുള്ള 97 റൺസുമായി ഇന്ത്യയെ വിൻഡീസിനെതിരെയുള്ള ഒരു വെർച്വൽ ക്വാർട്ടർ ഫൈനലിൽ സെമിയിലേക്ക് എത്തിച്ച ആ ഒരു ഇന്നിങ്സ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്ത്യ സെമിയിലേക്ക് എത്തുന്നത്. ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ടാണ് സെമി ഫൈനലിൽ നടക്കുന്നത്. അതുപോലെ തന്നെ അപ്പുറം ന്യൂസിലാൻഡ് വേഴ്സസ് സൗത്ത് ആഫ്രിക്ക സെമി മത്സരവും നടക്കാനിരിക്കുകയാണ്. അപ്പോൾ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ജയേഷ് പൂക്കോട്ടൂർ, ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് സെമി ആയിരിക്കും, അതുപോലെ സൗത്ത് ആഫ്രിക്ക വേഴ്സസ് ന്യൂസിലാൻഡ് സെമി ആയിരിക്കും. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇംഗ്ലണ്ടിനെതിരെയുള്ള പ്രതീക്ഷകൾ? തീർച്ചയായിട്ടും അതിൻ്റെ പ്രിവ്യൂയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വലിയ സന്തോഷം. കാരണം കഴിഞ്ഞ നമ്മുടെ ടാക്ടിക്സിൻ്റെ അടിയിൽ വലിയ രീതിയിൽ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ടായിരുന്നു, ഹാരിസ് എവിടെ, MSK എവിടെ. അതിലൊരു കമൻ്റ് എനിക്ക് ഓർമ്മയുണ്ട്, ആരിട്ടതെന്ന് എനിക്ക് ഓർമ്മയില്ല. അത്തിപ്പഴം പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ടെന്ന് പറഞ്ഞ പോലെയാണ്. സഞ്ജു ഒന്ന് ഫോമായപ്പോൾ MSK കാണാനില്ല എന്നായിരുന്നു അതിലൊരു കമൻറ്റ്. എവിടെ പോയതായിരുന്നു MSK? ഞാൻ കഴിഞ്ഞ 2 ദിവസം ഒന്ന് മാറി നിൽക്കുകയായിരുന്നു. ഇതിന് പിന്നെ ഏറ്റവും സന്തോഷമുള്ളൊരു സമയമായിരുന്നു. കാരണം സഞ്ജു, നമ്മൾ ആ തുടക്കം മുതലേ പലപ്പോഴും സഞ്ജുവിനെ അനുകൂലിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ PR ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആക്ച്വലി സഞ്ജുവിൻ്റെ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് സ്റ്റൈല് തന്നെയാണ് ഞാൻ അത്രയും അദ്ദേഹത്തിന് വേണ്ടി ബെറ്റ് വെക്കാനുള്ള കാരണം. ഇപ്പോൾ രോഹിത് ശർമ്മയിൽ നമ്മൾ കാണുന്നൊരു എലഗൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു നല്ല ബാറ്റ്സ്മാനെ എപ്പോഴും നിർണ്ണയിക്കുന്നത് റൺസ് എടുക്കുന്നതിനുള്ള ഒരു അനായാസതയായിരിക്കാം, അല്ലെങ്കിൽ കോപ്പി ബുക്ക് ശൈലിയോടുകൂടി അദ്ദേഹം ബാറ്റ് ചെയ്യുന്നു എന്നതായിരിക്കാം. അതൊക്കെയാണ് ഒരു നല്ല ബാറ്റ്സ്മാൻ്റെ ഗുണങ്ങൾ. അങ്ങനെ ബാറ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം നോക്കുമ്പോൾ ഒരു വിവിയൻ റിച്ചാർഡ്സ് അതേ രൂപത്തിൽ ബാറ്റ് ചെയ്തിട്ടുണ്ട്, ആ ഒരു എലഗൻസോട് കൂടി ബാറ്റ് ചെയ്തിട്ടുണ്ട്, ആ ഒരു അഗ്രസീവ് സ്റ്റൈലിൽ ബാറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ റൺസ് അനായാസമായിട്ട് റൺസ് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ സച്ചിൻ ടെണ്ടുൽക്കർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ബ്രയാൻ ലാറ അതിനൊരു ഉദാഹരണമാണ്. 2000-ന് ശേഷം എടുക്കുകയാണെങ്കിൽ 2000-ന് ശേഷം എടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു AB ഡിവില്ലിയേഴ്സിനെയൊക്കെ നമ്മൾ ആ ഗണത്തിൽപ്പെടുത്താറുണ്ട്. ഇപ്പോൾ രോഹിത് ശർമ്മയെ ആ ഗണത്തിൽപ്പെടുത്താറുണ്ട്, വിരാട് കോഹ്ലിയെ ആ ഗണത്തിൽപ്പെടുത്താറുണ്ട്. റൺസ് എത്രയും അനായാസതയോടുകൂടി ഈ സഞ്ജു കഴിഞ്ഞ 10 വർഷമായിട്ട് എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പോഴും കരുതുന്നത് രോഹിത് ശർമ്മ മാറുന്ന സമയത്ത് ODI ടീമിലേക്കും സഞ്ജുവിനൊരു ഡയറക്റ്റ് എൻട്രി കൊടുക്കണം എന്ന് തന്നെയാണ്. കാരണം ഈ 10 വർഷം സഞ്ജു ഏകദിന മത്സരത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിൽ സ്ഥിരമാവാത്തതിനുള്ളൊരു കാരണം രോഹിത് ശർമ്മയെ പോലുള്ള ഒരു ജയന്റ് അവിടെ ഉള്ളത് കൊണ്ടാണ്. രോഹിത് ശർമ്മയുടെ നേട്ടങ്ങളൊന്നും ഒരു തരത്തിലും നമ്മൾ മാനിക്കാതിരിക്കുന്നില്ല. അദ്ദേഹം ഏറ്റവും മികച്ചൊരു ബാറ്റ്സ്മാനാണ്. എങ്കിൽ കൂടിയും അങ്ങനെ ഒരാൾ ഉള്ളതിൻ്റെ ഒരു പ്രശ്നം, അങ്ങനെ ഒരാൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് സഞ്ജുവിന് ഈ ഇന്ത്യൻ ടീമിൽ അവസരം ലഭിക്കാതിരുന്നതെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. സഞ്ജു ഫോമിലേക്ക് എത്തി എന്നുള്ളതും അദ്ദേഹം ആ 97 റൺസോട് കൂടി വിജയത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആവേശമുള്ള കാര്യമാണ്. ചില 97 റൺസുകൾക്ക് സെഞ്ചുറിയേക്കാൾ വിലയുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം ഹാരിസ് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ ഗൗതം ഗംഭീറും ഇതേപോലെ ഒരു 97 റൺസ് 2011 ലോകകപ്പിൽ നേടിയിട്ടുണ്ട്. അപ്പോൾ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മാത്രമല്ല, ഇന്നിങ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഈ ഗെയിം പഠിച്ചിട്ടാണ് കളിക്കുന്നത് എന്നുള്ളതാണ്. അതായത് എത്രത്തോളം ഡീപ്പിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കളിയുടെ സിറ്റുവേഷൻ അനുസരിച്ച് കളിക്കുന്നവർ വളരെ കുറവാണ്. സഞ്ജു തന്നെ അദ്ദേഹത്തിൻ്റെ അവസാനം ഈ പ്രസന്റേഷൻ സെറമണിയിൽ പറഞ്ഞത്, ഞാൻ എത്രയോ പ്രാവശ്യം വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ഇന്നിങ്സുകൾ അവർ കണ്ടിട്ട് പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവരുടെ ഇന്നിങ്സ് ഡഗ്ഔട്ടിൽ ഇരുന്നിട്ട്, അതെ 10 വർഷം ഡഗ്ഔട്ടിലിരുന്ന് കണ്ടിട്ട് അത് പഠിച്ചു എന്ന് പറയുമ്പോൾ അവർ എങ്ങനെയാണ് ഒരു ഇന്നിങ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, എങ്ങനെയാണ് ഒരു റൺ ചേസിന് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അവരെങ്ങനെയാണ് ഒരു കളിയെ ഡീപ്പിലേക്ക് കൊണ്ടുപോകുന്നത്, അവരെങ്ങനെയാണ് സിറ്റുവേഷൻ അനുസരിച്ച് കളിക്കുന്നത് എന്നത് കൂടിയാണ് സഞ്ജു ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. അങ്ങനെ നോക്കുമ്പോൾ സഞ്ജുവിൻ്റെ എനിക്ക് തോന്നുന്നത് സഞ്ജു ഈ ഇന്നിങ്സ് മാത്രമല്ല, ഏകദിനത്തിൽ പക്ഷേ ഈ സൗത്ത് ആഫ്രിക്കയെതിരെ ഒരു 86 2022 അദ്ദേഹം ഏകദിനത്തിൽ നേടിയിരുന്നു. ആ കളിയിൽ ഇതേപോലെ തന്നെ വാലറ്റത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അദ്ദേഹം വിജയത്തിൻ്റെ തൊട്ടടുത്ത് വരെ 6 റൺസിനോ മറ്റോ ആണ് സൗത്ത് ആഫ്രിക്കയെതിരെ അന്ന് ഇന്ത്യ തോക്കുന്നത്. അപ്പോൾ ഏകദിനത്തിൽ അദ്ദേഹം ഇതേപോലുള്ള ഇന്നിങ്സുകൾ കളിച്ചിട്ടുണ്ട്. പക്ഷേ T20യിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റ് 3 സെഞ്ചുറികൾ എടുത്ത് നോക്കുമ്പോൾ ഈ 97 റൺസിന് അതിനേക്കാൾ മൂല്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ സഞ്ജുവിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്തതിൽ ഐ എം പ്രൗഡ്. റൈറ്റ്. അപ്പോൾ ഇനിയിപ്പോൾ MSK ചോദ്യത്തിലേക്ക് വരുമ്പോൾ, പ്രിവ്യൂയിലേക്ക് വരുമ്പോൾ, ഇന്ത്യക്ക് എന്തായാലും ഒരു കടുത്ത മത്സരം തന്നെയായിരിക്കും ഈ ലോകകപ്പിലുടനീളം. ഒരിക്കൽ പോലും ഇന്ത്യ ഒരു അനായാസമായിട്ട് കളിക്കുന്നില്ല. എൻ്റെ ഓർമ്മ നമ്മളൊരു ഇത് വെച്ച് നോക്കുമ്പോൾ സിംബാബ്വെക്കെതിരായ മത്സരം മാത്രമാണ് ഇന്ത്യ ഒരു ഓൾറൗണ്ട് പെർഫോമൻസ്, എല്ലാവരും തിളങ്ങി ഒരു ഇത് കളിച്ചത്. അതിൽ തന്നെ ബൗളിങ്ങിൽ പക്ഷേ നമുക്ക് വലിയ പോരായ്മകളുണ്ടായിരുന്നു. പക്ഷേ മറ്റെല്ലാ മത്സരങ്ങളും ചെറിയ ടീമായാലും വലിയ ടീമായാലും ഒന്ന് ഇന്ത്യയെ ഞെട്ടിക്കുന്ന കാഴ്ചകളുണ്ടോ. അതിൽ തന്നെ ഇന്ത്യയുടെ അവസാന മത്സരം വരെ പോവേണ്ട ഒരു സാഹചര്യം വന്നത് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ തോൽവിയാണ്. അതിലെല്ലാം ഇന്ത്യയുടെ ഒരു പാളിച്ചകൾ കൃത്യമായിട്ട് കണ്ടതായിരുന്നു. ഇപ്പോൾ ഇംഗ്ലണ്ടിനായ മത്സരത്തിലേക്ക് വരുമ്പോൾ, ഇംഗ്ലണ്ടും ഇന്ത്യയും എല്ലാ ലോകകപ്പിലും
ഒന്ന് ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരം വരുമ്പോൾ തന്നെ ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. അത് ഫസ്റ്റ് ലോകകപ്പിൽ തന്നെ തുടങ്ങുന്നു. പ്രത്യേകിച്ച് യുവരാജിൻ്റെ 6 സിക്സർ അത് ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു. സ്റ്റുവർട്ട് ബ്രോഡിനെ എതിരെ അടിച്ച സിക്സർ. അങ്ങനെ എല്ലാ ലോകകപ്പിലും പ്രത്യേകിച്ച് കഴിഞ്ഞ 3 ലോകകപ്പുകൾ ഇപ്പോൾ ഇത് തുടർച്ചയായിട്ട് 3ാമത്തെ തവണയാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും ലോകകപ്പിൻ്റെ സെമിയിൽ കളിക്കാൻ പോകുന്നത്. അതിൽ 2022 ലോകകപ്പിൽ പ്രാവശ്യം ഇന്ത്യ തോറ്റു. അതെ അതെ, അന്ന് ഇന്ത്യ പരാജയപ്പെട്ടു, അന്ന് ഇംഗ്ലണ്ട് കപ്പടിക്കുന്നു. പിന്നീട് 2024 വരുമ്പോൾ അതിന് ബട്ട്ലർക്ക് മറുപടി രോഹിത് ശർമ്മ നൽകുന്നു. ഇന്ത്യ ആ ലോകകപ്പ് ഇന്ത്യ കപ്പടിക്കുന്നു. 2026 വരുമ്പോൾ ഇതിൽ വിജയിക്കുന്ന ടീം കപ്പടിക്കാനുള്ള സെയിം സിനാരിയോ ആണ്, കപ്പടിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും ടൈറ്റ് തന്നെ ആയിരിക്കും. ഇപ്പോൾ മാത്രമല്ല ഇന്ത്യയുടെ കുറേ പോസിറ്റീവ് നമ്മൾ പറഞ്ഞു, അതിനൊപ്പം തന്നെ ഇന്ത്യയുടെ കുറേ വീക്ക്നെസ്സുകൾ ഇപ്പോഴും പരിഹരിക്കാൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം പറയാനുള്ളത് ഫീൽഡിംഗ് ആണ്. ഒരു നമ്പർ 1 ടീമിന് ചേർന്ന രീതിയിലല്ല ഫീൽഡിൽ ഇന്ത്യയുടെ പ്രകടനങ്ങൾ. ഈ ലോകകപ്പിലെ കണക്കെടുക്കുകയാണെങ്കിൽ ഏറ്റവും മോശം ഫീൽഡിങ് നടത്തുന്ന ടീം ഇന്ത്യയാണ്. ഈ ക്യാച്ച് എഫിഷ്യൻസി നോക്കുമ്പോൾ ഏറ്റവും കുറവ് ഇന്ത്യക്കാണ്. 73 ഉള്ളൂ ഇന്ത്യയുടെ ക്യാച്ച് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അത് എല്ലാ കാലത്തും ഫീൽഡിങ്ങിൻ്റെ പേരിൽ, ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നതിൻ്റെ പേരിൽ എല്ലാവരും ഏറെ കയറ്റാറുള്ള പാകിസ്ഥാന് ഇന്ത്യയേക്കാൾ മികച്ച ക്യാച്ച് എഫിഷ്യൻസി ഉണ്ട്. അവർ 83 കണ്ടാണ്. ഇന്ത്യ 13 ക്യാച്ചുകളാണ് വേൾഡ് കപ്പിൽ ഡ്രോപ്പ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ തന്നെ അഭിഷേകും തിലകും ഉൾപ്പെടെ 4 മാച്ച് കഴിഞ്ഞ മത്സരത്തിൽ തന്നെ ഡ്രോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ക്യാച്ചസ് വിൻസ് മാച്ചസ് എന്നാണ് നമ്മൾ പറയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ഫീൽഡിങ്ങിലൊരു വലിയ പരിമിതി തന്നെയായിരിക്കും. പ്രത്യേകിച്ച് നോക്കൗട്ട് പോലെ വളരെ ക്രൂഷ്യലായിട്ടൊരു സെമി പോലെ അത്രയും ക്രൂഷ്യലായിട്ടുള്ളൊരു മാച്ച് ഇറങ്ങുമ്പോൾ ക്യാച്ചുകൾ ഫീൽഡിലെ പോരായ്മകൾ വലിയ രീതിയിൽ തിരിച്ചടിയും. ഒപ്പം തന്നെ ലോകത്തിലെ നമ്പർ 1 ടീമായ ഇന്ത്യക്ക് 2 നമ്പർ 1 പ്ലേയേഴ്സുമായിട്ടാണ് ഇന്ത്യ ഇറങ്ങുന്നത്. ഒന്ന് ബാറ്റിങ്ങിലെ നമ്പർ 1 അഭിഷേക് ശർമ്മയും ബൗളിങ്ങിലെ നമ്പർ 1 വരുൺ ചക്രവർത്തിയും. 2 പേർക്കും വലിയ രീതിയിലുള്ള ആശങ്കകൾ ഇപ്പോൾ നടക്കുന്നത്. കാരണം അഭിഷേക് നമുക്കറിയാം ഒരു 50 മാത്രമാണ് ലോകകപ്പിലെ താരമാകുമെന്ന് ഉറപ്പിച്ചിരുന്ന അഭിഷേക് ഒരു 50 മാത്രമാണ് ഈ ലോകകപ്പിൽ നേടാൻ കഴിഞ്ഞത്. ബാക്കി മത്സരത്തിലെല്ലാം നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് അഭിഷേക് നടത്തിയത്. നിർണായക മത്സരത്തിൽ സെമിയിൽ അദ്ദേഹം തിളങ്ങട്ടെ എന്ന് തന്നെയാണ് നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹവും പ്രാർത്ഥനയൊക്കെ. വരുൺ ചക്രവർത്തി വിക്കറ്റുകൾ നേടുന്നുണ്ടെങ്കിലും സൂപ്പർ 8 പ്രകടനങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത്ര ആശാവഹമല്ല. അദ്ദേഹത്തിൻ്റെ ഇക്കോണമി എന്ന് പറയുന്നത് 9.3 ആണ്. സൂപ്പർ 8 മുൻ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ ഇക്കോണമി എന്ന് പറയുന്നത് അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെ. പ്രത്യേകിച്ച് മിഡിൽ ഓവറിൽ ഇന്ത്യ എതിരാളികളുടെ റണ്ണൊഴുക്ക് പിടിച്ചു നിർത്തുന്നതിൽ മിഡ് കാണിക്കുന്ന ബോളറാണ് വരുൺ ചക്രവർത്തി. ക്രൂഷ്യലായിട്ടുള്ള വിക്കറ്റുകൾ നേടുന്ന താരമാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന് ഒരുപാട് അടി കിട്ടുന്നു എന്നുള്ളത്, അത് സൗത്ത് ആഫ്രിക്കയാണ് എക്സ്പോസ് ചെയ്തുകൊണ്ട് കടന്നാക്രമിച്ചുകൊണ്ട് രീതിയിൽ ബാക്കിയുള്ള ടീമുകളും അതേ രീതിയിൽ തന്നെ വന്നു. അതേ സെയിം പാറ്റേൺ ഇംഗ്ലണ്ടും ആവർത്തിക്കാൻ ശ്രമിച്ചാൽ ഇന്ത്യക്ക് അതൊരു വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെയായിരിക്കും. ഒപ്പം തന്നെ ഇംഗ്ലണ്ടിൻ്റെ ഒരു പോസിബിലിറ്റി നോക്കുമ്പോൾ ഇംഗ്ലണ്ടും മികച്ച രീതിയിൽ തന്നെയാണ് ഈ വേൾഡ് കപ്പിൽ. സൗത്ത് ആഫ്രിക്കയെതിരെ പരാജയം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് മികച്ച രീതിയിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് അവരുടെ വിൽ ജാക്സൻ്റെ ഫോം തന്നെയാണ് ഈ ലോകകപ്പിൽ അവരുടെ മുന്നേറ്റത്തിൻ്റെ ഏറ്റവും വലിയൊരു അടിത്തറ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വേൾഡ് കപ്പിൽ തന്നെ 4 പ്ലെയർ ഓഫ് ദ മാച്ച് അദ്ദേഹം നേടിയിട്ടുണ്ട്. ഒരു പ്ലെയർ ഓഫ് ദ മാച്ച് കൂടി വരികയാണെങ്കിൽ ഒരു എഡിഷനിൽ ഏറ്റവും കൂടുതൽ പ്ലെയർ ഓഫ് ദ മാച്ച് അടിക്കുന്ന റെക്കോർഡ് അദ്ദേഹം വാട്സൻ്റെ കയ്യിൽ നിന്ന് സ്വന്തം. അങ്ങനെ അത്തരത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇംഗ്ലണ്ട് സൈഡിലേക്ക് നോക്കുമ്പോൾ. ഒപ്പം തന്നെ ആർച്ചറുടെ കാര്യം നമ്മൾ പറയണം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സഞ്ജു സാംസൻ്റെ കാര്യം പറഞ്ഞു. ആദ്യമായിട്ട് സഞ്ജുവിൻ്റെ ഒരു ടെക്നിക്ക് ചോദ്യം ചെയ്യുന്നത് ഇംഗ്ലണ്ട് സീരീസിലായിരുന്നു. നമുക്കറിയാം അതിൽ ആർച്ചർക്ക് മുന്നിൽ നിരന്തരം സഞ്ജു വിക്കറ്റിന് മുന്നിൽ കൊടുക്കുന്ന കാഴ്ചകൾ കണ്ടു. അതിനുശേഷമാണ് സഞ്ജു ബാക്ക് ഫുട്ടിലിറങ്ങി കളിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ ഈ ആർച്ചറെ വെച്ച് നോക്കുമ്പോൾ ആർച്ചർ 10 വിക്കറ്റാണ് ഈ വേൾഡ് കപ്പിൽ നേടിയിട്ടുള്ളത്. അതിലിട്ടും പവർ പ്ലേയിലാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു ടൈറ്റ് ഗെയിം തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത്. പക്ഷേ മത്സരം നടക്കുന്നത് വാങ്കഡയിലാണ്. അത് ഇന്ത്യയുടെ ഒരു വലിയ ഭാഗ്യ ഗ്രൗണ്ടാണ്. മാത്രമല്ല ഇപ്പോൾ റീസെൻ്റ്ലി അവസാനം കളിച്ച 7 മത്സരവും വാങ്കഡയിൽ ഇന്ത്യ വിജയിച്ചിട്ടുണ്ട്. ഈ ലോകകപ്പിലെ തന്നെ ഉദ്ഘാടന മത്സരവും USA-ക്കെതിരെ വാങ്കഡയിലായിരുന്നു. അപ്പോൾ വാങ്കഡയിൽ നമുക്ക് ഒരുപാട് ഐക്കോണിക്കായ മൊമെൻറ്റുകളുണ്ട്. വാങ്കഡ നമ്മളുടെ ഒരു ഭാഗ്യ ഗ്രൗണ്ടാണ്. ആ ഭാഗ്യ ഗ്രൗണ്ടിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഒരു മികച്ച തുടക്കം സെമിയിലെ ഫൈനലിലേക്കുള്ളൊരു കുതിപ്പ് ഇന്ത്യ നടത്തുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഹാരിസ്, ജയേഷ് ഒരുപാട് ഇന്ത്യൻ ടീം നേരിടുന്ന ഒരുപാട് പ്രയാസങ്ങളെ കുറിച്ചാണ് ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ ഹാരിസിന് എന്ത് തോന്നുന്നു? ഈ പറഞ്ഞ പ്രതിസന്ധികളൊക്കെ ഉണ്ടെന്നുള്ള റിയാലിറ്റിയാണ്. പക്ഷേ നിലവിൽ ഇംഗ്ലണ്ടിൻ്റെ ഫോം വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് അവരുടെ ബോളിംഗ് ത്രെട്ട് മാത്രമാണ് വലിയ അപകടമായിട്ട് തോന്നുന്നത്. അപ്പോൾ അവരുടെ ബാറ്റിംഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ടോപ്പ് ഓർഡർ ശരിക്ക് പൊളിഞ്ഞ് കിടക്കുന്നൊരു സിറ്റുവേഷനാണ്. ഇപ്പോൾ
ജോസ് ബട്ടർ വൻ ഫോം ഔട്ടാണ്. അവരുടെ ടോപ്പ് 6 ബാറ്റർമാരുടെ പിന്നെ ബാറ്റിംഗ് അവരുടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശരാശരി 21 മറ്റോ ആണ് ടൂർണമെൻറ്റിൽ അവരുടെ. അതായത് വിൽജാക്സ് ഈ അവസാന ഓവറുകളിൽ കൊടുത്തിട്ടുള്ള ഡെത്ത് ഓവറുകളിൽ അടിക്കുന്ന ഈ അടിയിലാണ് അവർ നിലനിൽക്കുന്നത്. അതിൽ പാകിസ്ഥാനെതിരെ അതെ ഹാരി ബ്രൂക്ക് പാകിസ്ഥാനെതിരെ അടിച്ച ആ സെഞ്ചുറി ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അവരുടെ ടോപ്പ് 6 ബാറ്റർമാർ പരാജയമാണ് ടൂർണമെൻറ്റിൽ എന്നുള്ളതാണ്. പക്ഷെ അതേസമയം വരുന്ന സമയത്ത് ഈ വിൽജാക്സിൻ്റെ ഓൾറൗണ്ട് പിന്നെ പ്രകടനം നമ്മൾ പ്രത്യേകിച്ച് ഈ 5 ലെഫ്റ്റ് ഹാൻഡർമാരെ കുത്തിനിറച്ചാണ് നമ്മൾ പോകാൻ പോകുന്നത്. 6 ലെഫ്റ്റ് ഹാൻഡർമാരെ കുത്തിനിറച്ചു എന്ന് നമ്മൾ പറയുമ്പോഴും ഒരാളെ നമ്മൾ മാറ്റിയാൽ അപ്പോഴും 5 ലെഫ്റ്റ് ഹാൻഡർമാർ നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു 2 ലെഫ്റ്റ് ഹാൻഡർമാർ വരുന്ന സമയത്ത് ഇങ്ങനെ ലെഫ്റ്റ് ഹാൻഡർമാർ 2 പേര് അപ്പുറത്തും ഇപ്പുറത്തും ഒരുമിക്കുന്ന സമയത്ത് ഓഫ് സ്പിൻ ഓപ്ഷനുകളെ പരീക്ഷിക്കുന്നു. ഇപ്പോൾ സിംബാബ്വേക്കെതിരായ മത്സരത്തിൽ ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയും ഒരുമിച്ച് വന്ന സമയത്ത് 5 ഓവർ തുടർച്ചയായിട്ട് പിന്നെ സിക്കന്ദർ റാസിയും അതുപോലെ തന്നെ മറ്റേ ബെന്നറ്റും കൂടെ ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഈ 5 ഓവറുകളിൽ അവർ പിന്നെ റണ്ണൊഴുക്ക് തട്ടിക്കുന്നുണ്ട്. ആ ഓവറുകളിൽ നിർണായക വിക്കറ്റുകൾ പോകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലെഫ്റ്റ് ഹാൻഡർമാരുടെ പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു റിയാലിറ്റി ആയിട്ട് പിന്നെ നമ്മൾ കാണണം എന്നുള്ളതാണ്. 2 ഈ ജോഫ്ര ആർച്ചർ സഞ്ജു സാംസൺ പോര് നമ്മൾ വീണ്ടും കാണാൻ പോകുന്നത്. ഇപ്പോൾ സഞ്ജു സാംസനെ കുറിച്ച് ഇപ്പോഴും സഞ്ജു സാംസൺ നല്ല ഫോമിലേക്ക് തിരിച്ചെത്തിയ ഒരു ഘട്ടത്തിൽ പോലും ഇപ്പോൾ സുനിൽ ഗവാസ്കറൊക്കെ കഴിഞ്ഞ ഒരു ദിവസം കമൻറ്ററി ബോക്സിലിരുന്ന് പറയുന്നു കേട്ടു, സഞ്ജു പിന്നെ ഡീപ് സ്ക്വയർ ലെഗിൽ ഒരു ഫീൽഡർ നിർത്തിയതിന് ശേഷം സഞ്ജു സാംസന് നിങ്ങളൊരു ഷോർട്ട് ബോൾ ഇട്ട് കൊടുക്കൂ, അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ്സുകൾ സ്റ്റിൽ ഇവിടെ കിടപ്പുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഈ ടൂർണമെൻറ്റിൽ നമ്മൾ പലകുറി അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ്സുകളെ കുറിച്ച് പറയുന്നതിൽ അദ്ദേഹം ലെഗ് സൈഡിലേക്ക് ഒരുപാട് ഇറങ്ങുന്നു, 3 സ്റ്റമ്പുകളും കാണിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു, ബാക്ക് ഫുട്ടിലേക്ക് ഒരുപാട് ഇറങ്ങി കളിക്കുന്നു, അതിൽ അദ്ദേഹം നിരന്തരം പിന്നെ പിഴവുകൾ വരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ വീക്ക്നെസ്സുകൾ മുഴുവൻ എക്സ്പോസ് ചെയ്തത് കഴിഞ്ഞ പിന്നെ 2025 തുടക്കത്തിൽ നടന്ന T20 പരമ്പരയിലാണ്. അന്ന് ഇന്ത്യ 4-1 ജയിച്ചിട്ടുണ്ടെങ്കിലും സഞ്ജു പിന്നെ ഒരു 3 തവണയോളം ആർച്ചറിന് മുന്നിൽ വീണു പോകുന്നു. ദ സെയിം വേ. അപ്പോൾ ജോഫ്ര ആർച്ചർ കെണി എങ്ങനെയാണ് പിന്നെ സഞ്ജു മറികടക്കാൻ പോകുന്നത് എന്നൊരു റിയാലിറ്റിയായി കിടപ്പുണ്ട്. വരുൺ ചക്രവർത്തിയെക്കുറിച്ച് നമ്മൾ ഈ ടൂർണമെൻറ്റിന് മുമ്പ് ഇരിക്കുന്ന സമയത്ത് വരുൺ ചക്രവർത്തി എക്സ് ഫാക്ടർ ആകും, മിഡിൽ ഓവറുകളിൽ വല്ലാതെ ഇന്ത്യയുടെ റണ്ണൊടുക്ക് തടയുന്ന ആളാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും കഴിഞ്ഞ 2 മത്സരങ്ങളിൽ വരുൺ ചക്രവർത്തി 3 മത്സരങ്ങൾ തുടർച്ചയായി കുറച്ച് മത്സരങ്ങളിൽ 30+ സ്കോർ വിട്ടുകൊടുക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് നിർണായക വിക്കറ്റുകൾ എടുക്കാൻ കഴിയുന്നില്ല. ഹാർദിക് പാണ്ഡ്യ ചില സമയത്ത് പിന്നെ വല്ലാതെ പിന്നെ റണ്ണ് വിട്ട് കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതേസമയം തന്നെ ജസ്പ്രീത് ബുംറയെ നമുക്ക് കണ്ണുമടച്ച് വിശ്വസിക്കാൻ കഴിയും എന്ന് പിന്നെ പറഞ്ഞേ മതിയാകൂ. പ്രത്യേകിച്ച് ഡെത്ത് ഓവറുകളിലും പവർ പ്ലേയിലും പിന്നെ ജസ്പ്രീത് ബുംറ നമുക്ക് നൽകുന്ന നിർണായകമായ ബ്രേക്ക് ത്രൂ. കഴിഞ്ഞ മത്സരത്തിൽ ഒരു കളിയിൽ ഒരു ഓവറിൽ 2 വിക്കറ്റ് എടുത്തൊരു ബ്രേക്ക് ത്രൂ നമുക്ക് നൽകുന്നുണ്ട്. അവസാന ഓവറുകളിലൊക്കെ കുറച്ച് റൺസ് വിട്ടുകൊടുക്കുന്നുണ്ട് എങ്കിൽ പോലും ജസ്പ്രീത് ബുംറ ഈ ടൂർണമെൻറ്റിൽ മൊത്തം അദ്ദേഹത്തിൻ്റെ എക്കോണമി 6.3 കുറേ കാലമായി നമ്മൾ അദ്ദേഹത്തെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നു. ഇംഗ്ലണ്ടിനെ പോലെ ഒരു ടീമിനെതിരെ വരുന്ന സമയത്ത്, നിർണായക മത്സരങ്ങൾ വരുന്ന സമയത്ത് റണ്ണൊടുക്ക് തടയുന്നതിൽ ജസ്പ്രീത് ബുംറയെ പോലെ ഒരു കളിക്കാരൻ പിന്നെ ഡെലിവറി ചെയ്യുന്നു എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, അഭിഷേക് ശർമ്മ തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളതാണ്. കഴിഞ്ഞ പിന്നെ ഈ ഇംഗ്ലണ്ടിനെതിരായ 2025 തുടക്കത്തിൽ നടന്ന സീരീസിൽ സഞ്ജു പരാജയപ്പെട്ട സമയത്ത് അഭിഷേക് ശർമ്മ അവിടെ നന്നായിട്ട് ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഇംഗ്ലണ്ടിനെതിരെയുള്ള കണക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ ഒരു 6 മത്സരങ്ങളിൽ നമ്മൾ 5 തുടർച്ചയായി ജയിക്കുന്നു. പിന്നെ ലോകകപ്പുകളുടെ ചരിത്രത്തിൽ 5-ൽ പിന്നെ 3 ജയിക്കുന്നു. മൊത്തം കണക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-29 മത്സരങ്ങളിൽ 17 നമ്മൾ ജയിക്കുന്നു. മൊത്തത്തിൽ ഇംഗ്ലണ്ടിനെതിരെ നമുക്കൊരു ഡൊമിനൻസ് ഉണ്ട് കണക്കുകളിൽ. ആ ഡൊമിനൻസ് തുടരാൻ കഴിയുമെന്നാണ് നിലവിൽ ഇംഗ്ലണ്ടിൻ്റെ അവസ്ഥ വെച്ച് നോക്കുന്ന സമയത്ത് ആ ഡൊമിനൻസ് തുടരാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുപോലെ ഇപ്പോൾ അതിനകത്ത് ഈ ആദിൽ റഷീദും ഡാവ്സിനടക്കമുള്ള സ്പിന്നർമാർ ഇംഗ്ലണ്ടിനുമുണ്ട്. അത് ആ ഒരു സ്പിൻ കെണി മറികടക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഈ സ്പിന്നർമാരുടെ കെണിയേക്കാൾ ഉപരി പിന്നെ നമ്മളിപ്പം ഒരു ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലെയർ, ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും പിന്നെ മികച്ച T20 പ്ലെയർമാരിൽ ഒരാൾ, അദ്ദേഹം വളരെ നിശബ്ദനായി ഇവിടെ നിൽക്കുകയാണ്, ജോസ് ബട്ട്ലർ. കാരണം നമ്മൾ സഞ്ജുവിനെ കുറിച്ച് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ മറ്റ് അഭിഷേകിനെ കുറിച്ചൊക്കെ പറയുന്നത് ഒറ്റ മാച്ച് മതി. നമ്മൾ പിന്നെ IPL-ലും അന്താരാഷ്ട്ര ക്രിക്കറ്റിലൊക്കെ ഇഷ്ടംപോലെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ബട്ട്ലറുടെ ആ ഫോം ഒരുപക്ഷെ അദ്ദേഹം സെമിക്ക് വേണ്ടി സേവ് ചെയ്ത് വെച്ചതാണോ എന്ന തരത്തിൽ തന്നെ അദ്ദേഹം സെമിയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വന്യത പുറത്തെടുക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് വന്യത പുറത്തെടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അടിയായി മാറും. മാത്രമല്ല ഹാരി ബ്രൂക്കും ഫോമിലുണ്ട്. അപ്പം ബാറ്റർമാർ ഫോമിലില്ല എന്നുള്ളത് ശരി തന്നെ. പക്ഷേ ജോസ് ബട്ട്ലറിൽ നിന്നും നമുക്ക് ഒരിക്കലും എഴുതി തള്ളാൻ കഴിയുന്ന ഒരു T20 ബാറ്ററേ അല്ല. ജോസ് ബട്ട്ലറുടെ പിന്നെ ബാറ്റിംഗ് നിർണായകമായിരിക്കും ഈ സെമി ഫൈനലിൽ. പിന്നെ സ്പിന്നർമാർ ഈ ആദിൽ റഷീദും ഡോസണൊന്നും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ഇന്ത്യയെ അലട്ടാൻ സാധ്യതയുള്ള സ്പിന്നറാണ് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ത്യ അതിലും മികച്ച സ്പിന്നർമാരെയൊക്കെ നേരിട്ടിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. എങ്കിൽ കൂടിയും വിൽ ജാക്സിൻ്റെ ബോളുകൾ അദ്ദേഹത്തിൻ്റെ ഓൾറൗണ്ട് പ്രകടനം തന്നെയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അൺഎക്സ്പെക്റ്റഡ് തിങ് ആണ് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തിന് 4 മാൻ ഓഫ് ദി മാച്ച് അവാർഡുകൾ ഈ ലോകകപ്പ് എഡിഷനിൽ ലഭിച്ചു എന്നുള്ളത് തന്നെ. കാരണം അത് പിന്നെ
അദ്ദേഹം നമുക്കറിയാം കഴിഞ്ഞ ഈ ആഷസ് ടെസ്റ്റിലൊക്കെ വലിയ പരാജയമായിരുന്നു വിൽ ജാക്സ്. അദ്ദേഹം ഇതേപോലത്തെ ഒരു ഓപ്ഷനിൽ തന്നെയായിരുന്നു അദ്ദേഹം. നമുക്കറിയാം RCBക്ക് വേണ്ടി സെഞ്ചുറി അടിച്ച താരമാണ് വിൽ ജാക്സ്, വിരാട് കോഹ്ലിക്കൊപ്പം ചേർന്നുകൊണ്ട്. അതായത് വളരെ പെട്ടെന്ന് തന്നെ ഇന്നിങ്സ് ആക്സിലേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രൈമറിലി ഒരു ബാറ്റ്സ്മാൻ ആണ്, അദ്ദേഹത്തിൻ്റെ രീതിയും അത് തന്നെയാണ്. പക്ഷേ അദ്ദേഹം ഈ ലോകകപ്പിൽ ബോൾ കൊണ്ടാണ് തിളങ്ങുന്നതെന്ന് പറയുമ്പോൾ അത് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ബോണസാണ്. മാത്രമല്ല ഈ വേൾഡ് കപ്പിൽ ഡെത്ത് ഓവറിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത താരം വിൽ ജാക്സ് ആണ്. അതെ. അപ്പം അദ്ദേഹത്തിൻ്റെ ഓൾറൗണ്ട് പ്രകടനം തന്നെയാണ് ഇംഗ്ലണ്ടിനെ ഇതുവരെയും മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഇതുവരെയുള്ള മത്സരങ്ങൾ നോക്കുമ്പോൾ ഇംഗ്ലണ്ട് പല മത്സരങ്ങളിലും ഭാഗ്യം കൊണ്ട് ജയിച്ചു എന്ന് തോന്നുന്ന തരത്തിലുള്ള മത്സരങ്ങളാണ് സൂപ്പർ 8 മുമ്പുള്ള മത്സരങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെയും അവരൊരു വേറെ തരത്തിലേക്ക് എത്തുന്നുണ്ട്, അവരൊരു ടീം സിങ്കായി വരുന്നുണ്ട്. തീർച്ചയായും ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അത് പേടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, ഇന്ത്യ ഭയപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. എങ്കിൽ കൂടിയും ഇന്ത്യ കഴിഞ്ഞ മത്സരം നോക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു കാര്യം, നമ്മൾ അതിന് മുമ്പത്തെ മത്സരങ്ങളിലൊക്കെ ബോൾ വേരിയേഷൻസിനെ ഇന്ത്യ എങ്ങനെ നേരിടും എന്നത് ഒരു വലിയ ചർച്ചയായിരുന്നു. പക്ഷെ കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജു അടിച്ച 3ാമത്തെ 6 ഉണ്ട്, സ്ലോ ബോളിൽ അദ്ദേഹം 6, അതായത് സിംബാബ്വേക്കെതിരെ അഭിഷേക് ശർമ്മ ഇതുപോലൊരു സ്ലോവർ ബോൾ എടുത്തിട്ടുണ്ട്. അതായത് ആ ഒരു വലിയ വേരിയേഷൻസ് ഉള്ള സ്ലോവർ ബോളുകൾ എങ്ങനെ നേരിടണം എന്നുള്ളതിന് കൃത്യമായിട്ടും ഇന്ത്യ അതിനുള്ള പദ്ധതികൾ തയ്യാറാക്കി എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ അഭിഷേകിന്റെ 6 ആണെങ്കിലും സഞ്ജു അടിച്ച കഴിഞ്ഞ മത്സരത്തിലെ 3ാമത്തെ 6 ആണെങ്കിലും നമ്മളത് കൃത്യമായിട്ടും ആ ഒരു ഏരിയ ഇന്ത്യ കവർ ചെയ്യാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആദിൽ റഷീദിന്റെ സ്പിന്നോ അല്ലെങ്കിൽ ഡോസന്റെ സ്പിന്നോ എത്രത്തോളം അത് എഫക്റ്റ് ചെയ്യും എന്നത് ഒരു സംശയാസ്പദമാണ്. എങ്കിൽ കൂടിയും ജയിക്കാനുള്ള സാധ്യത നോക്കുമ്പോൾ ഇന്ത്യ തന്നെ ഇതുവരെയുള്ള മത്സരങ്ങളുടെ പ്രകടനം എടുത്ത് നോക്കുമ്പോൾ ഇന്ത്യ തന്നെയാണ് ഈ മത്സരത്തിൽ ഇതിൽ മൊത്തത്തിൽ ഒരു അൺസങ് ഹീറോ നമുക്കുണ്ട്. ഇപ്പൊ ശിവൻ ദുബെയെ കുറിച്ച് നമ്മൾ സിംബാബ്വേക്കെതിരെ മത്സരത്തിന് ശേഷം പിന്നെ ശിവൻ ദുബെയെ കുറിച്ച് ഭയങ്കര വിമർശനങ്ങൾ ഉയർന്നിരുന്നു. കാരണം ഇന്ത്യയുടെ മൊത്തത്തിൽ പ്ലാനുകൾ മുഴുവൻ തെറ്റിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ആ 2 ഓവറുകൾ മാറുന്നു. പിന്നെ മഴ എങ്ങാനും മുടക്കി കഴിഞ്ഞാൽ റൺ റേറ്റ് പോസിറ്റീവ് ആകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഹാർദിക് പാണ്ഡ്യയ്ക്കും ജസ്പ്രീത് ബുംറയ്ക്കും ഓരോ ഓവർ ബാക്കി നിൽക്കുന്ന സമയത്ത് ശിവൻ ദുബെയ്ക്ക് എന്തിനാണ് സൂര്യകുമാരി അത് ബോൾ കൊടുത്തത് എന്നൊക്കെ രീതിയിൽ. പക്ഷേ ഈ ടൂർണമെന്റിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയ ഒരു പ്രകടനം നമുക്ക് കിട്ടിയിട്ടുള്ള അപൂർവം ചില മത്സരം. ബാറ്റിംഗില്ല തന്നെ, ബോൾ കൊടുക്കേണ്ട കാര്യമില്ല, ബോൾ കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഓപ്ഷൻസ് പലതും ഉണ്ട്. എന്നിട്ടും ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിലൊക്കെ ജസ്പ്രീത് ബുംറ പറയുന്നുണ്ട് സഞ്ജുവിന്റെ ഇന്നിങ്സിനോളം തന്നെ ആ 2 ഓവറുകൾക്ക് നിർണായക റോൾ ഉണ്ട് എന്നാണ്. ആ സമയത്തും വിൻഡീസിന് ഒരു വിജയത്തിന്റെ പോസിബിലിറ്റി കിടപ്പുണ്ടായിരുന്നു. ഒരു 10 ബോളിൽ 17 റൺസ് അവിടെ വേണം. ആ 2 ഫോറുകൾ വന്നതുകൊണ്ട് സഞ്ജുവിന്റെ പോലും ആ പ്രഷർ സിറ്റുവേഷൻ സഞ്ജു പോലും മറികടക്കുന്ന ആ 2 ഫോറിൽ നിന്നാണ് മനസ്സിലാക്കണം. ഇതുപോലെ തന്നെ പല മത്സരങ്ങളിലും അദ്ദേഹം ഒരു ഫിനിഷർ റോളിൽ വല്ലാതെ എരിഞ്ഞ് കത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ടോപ്പ് ഓർഡറിന് പരാജയപ്പെടുന്ന സമയത്ത് അഭിഷേക് ശർമ്മയ്ക്ക് പരാജയപ്പെടുന്നു, ഇഷാൻ കിഷന് പരാജയപ്പെടുന്നു, പല ആളുകൾക്കും പരാജയപ്പെടുന്ന സമയത്ത് അദ്ദേഹം പിന്നെ ഒരു ഫിനിഷർ റോളിൽ വല്ലാതെ എരിഞ്ഞ് കത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം സെമിയിലും നമുക്ക് പിന്നെ നിർണായക. ഈ ശിവൻ ദുബെയുടെ കേസിൽ എന്നുള്ളത് ശിവൻ ദുബെ പലപ്പോഴും നേരിട്ടൊരു ആരോപണം അല്ലെങ്കിൽ വിമർശനം എന്നുള്ളത് അദ്ദേഹം പിന്നെ സ്പിൻ ബാഷർ എന്ന രീതിയിലാണ്, അതായത് സ്പിൻ ബോളിങ്ങിന് മാത്രമാണ് കളിക്കുന്നത്, ബേസ് ബോളിങ്ങിന് മുമ്പിൽ പതറുന്നു, വിക്കറ്റുകൾ വലിച്ചെറിയുന്നു പോലുള്ള പിന്നെ അങ്ങനെയുള്ള വസ്തുതകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ലോകകപ്പോടെ അദ്ദേഹം അതൊക്കെ എഴുതി തള്ളിയിരിക്കുകയാണ്. അദ്ദേഹം സ്പിന്നേഴ്സിനെതിരെ കളിക്കുന്നത് പോലെ തന്നെ പേസർമാർക്കെതിരെയും നന്നായിട്ട് കളിക്കുന്നുണ്ട്. 2024 ലോകകപ്പിന് ശേഷം അദ്ദേഹത്തിൻ്റെ പേസർമാർക്കെതിരെയുള്ള ബാറ്റിംഗ് ആവറേജ് എന്നുള്ളത് 160ക്ക് മുകളിലാണ്. മാത്രമല്ല അദ്ദേഹം ഈ ലോകകപ്പിൽ 166 റൺസ് നേടിയിട്ടുണ്ട്, 5 വിക്കറ്റ് നേടിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് വിക്കറ്റ് കിട്ടിയത് നമ്മൾ എങ്ങനെയെങ്കിലും പോട്ടെ, പക്ഷേ ബാറ്റിങ്ങിൽ അദ്ദേഹം ഉണ്ടാക്കുന്നത് ഇപ്പം നെതർലാൻഡ്സിനെതിരെയുള്ള ആ ഒരു 66, അത് ആദ്യത്തെ 10 പന്തിൽ 10 റൺസ് മാത്രമായിരുന്നു അദ്ദേഹം എടുത്തിരുന്നത്. പക്ഷേ 24ാമത്തെ പന്തിൽ അദ്ദേഹം അർദ്ധ സെഞ്ചുറി തികയ്ക്കുകയാണ് അതായിട്ടുള്ള സമയം. മാത്രമല്ല അദ്ദേഹത്തിന് അടിക്കുന്ന സിക്സറുകളുടെ പ്രത്യേകത എന്നുള്ളത് 100, 105, 107 മീറ്ററൊക്കെ താണ്ടതാണ്. അതായത് ഈ ലോകകപ്പിലെ ഏറ്റവും കൂടുതൽ പിന്നെ ദൂരം താണ്ടിയ സിക്സറുകളിൽ ഇപ്പോൾ രണ്ടാമതുള്ളത് ഈ ശിവൻ ദുബെയുടെ 107. ദുബെയുടെ പെർഫെക്റ്റ് മിഡിലിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റേ ബോളൊന്നും ഉയരുമ്പോഴേക്കും ഇന്ത്യ എന്ന് പറയുമ്പോഴേക്കും ക്യാച്ച് ആവുമെന്നുള്ള പേടി ശിവം ദുബെ അടിക്കുകയാണെങ്കിൽ ഉണ്ടാവില്ല. അതെന്തായാലും 6 തന്നെ ആയിരിക്കും. മുമ്പ് IPL അദ്ദേഹം RCBക്കെതിരെയാണ് സ്ഥിരമായിട്ട് മികച്ച ഇന്നിംഗ്സിൽ. RCBക്കെതിരെ ഒരു 95 റൺസ് 2002 ഉണ്ടായിരുന്നു. 2023 IPL RCB vs CSK മത്സരത്തിൽ ഒരു 56 ഉണ്ടായിരുന്നു. അന്ന് ഒരു 5 പടുകൂട്ടൻ സിക്സറുകൾ, ഈ 5 സിക്സും 100 മീറ്ററിന് മുകളിലുള്ള സിക്സറുകളായിരുന്നു. അപ്പോൾ ആ മത്സരശേഷം അദ്ദേഹത്തോട് ഈ പിന്നെ പ്രസന്റേഷൻ സെറമണിയുടെ സമയത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും ദൂരം പോകുന്ന സിക്സറുകൾ അടിക്കുന്നത് എന്ന് പിന്നെ കമന്റേറ്റർ ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് എൻ്റെ അമ്മ എനിക്ക് ഒരുപാട് പ്രോട്ടീനുള്ള ഭക്ഷണം തരുന്നു, അതുകൊണ്ട് ഞാൻ അടിക്കുന്നു എന്ന തരത്തിൽ തമാശ രൂപത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പം ധോണി കണ്ടെത്തിയ ഒരു മുതൽ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ശിവൻ ദുബെ ഈ ടൂർണമെന്റിലാകെ ഹാർദിക് പരാജയപ്പെട്ട സമയത്ത് ശിവൻ ദുബെ അവിടെ അവതരിക്കുന്നു എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട്. അത് ഈ സെമിയിലും ഒരുപക്ഷെ ഇന്ത്യക്ക് വിജയ ഘടകമാണ്. ഇതിൽ മറ്റൊന്നുള്ളത് ഇപ്പം നേരത്തെ ഫീൽഡിലെ പിഴവുകളെ കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പോൾ ഫീൽഡിലെ പിഴവുകളെ കുറിച്ച് പറയുന്ന സമയത്ത് പിന്നെ ഈ പണ്ട് 2023 ഏകദിന ലോകകപ്പിലോ മറ്റാണെന്ന് തോന്നുന്നു, ഈ ദിലീപിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഫീൽഡിലെ ഏറ്റവും മികച്ച
പിന്നെ Medal കൊടുക്കുന്നു. മെഡൽ കൊടുക്കുന്ന ഒരു പരിപാടി. ഇപ്പൊ പരിപാടി നിർത്തിയിട്ട് നമ്മൾ കുറെ കാലമായി. കാരണം ഇന്ത്യ T20 വല്ലാതെ ജയിക്കുന്നുണ്ട് എന്നുള്ളത് റിയാലിറ്റി ആയിക്കൊണ്ടിരിക്കെ തന്നെ കുറേ കാലമായിട്ട് ഇന്ത്യ ഫീൽഡിൽ വരുത്തുന്ന പിഴവുകൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോൾ അഭിഷേക് ശർമ്മയൊന്നും അങ്ങനെ ക്യാച്ച് വിടുന്ന ഒരു മനുഷ്യനൊന്നുമല്ല. ലോങ് ക്യാച്ചുകളൊക്കെ സിമ്പിൾ എടുക്കുന്ന ഒരു മനുഷ്യൻ സൂര്യകുമാർ യാദവിനെ മുമ്പിൽ നിർത്തിയിട്ടാണ് ആ ക്യാച്ച് വിട്ട് കളയുന്നത്. അന്നാണെങ്കിൽ ഹെഡ്മേർ പിന്നെ ഫീൽഡിൽ വല്ലാതെ ഭയങ്കരമായിട്ട് നല്ല പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയും നല്ല ക്യാച്ചുകൾ. അതായത് ആ മത്സരം ചിലപ്പോൾ നമ്മൾ കൈവിട്ട് റോസിൻ ജെയിൻസിന്റെ മറ്റോ ക്യാച്ചാണ് തോന്നുന്നത് അദ്ദേഹം വിട്ടുകളയുന്നത്. പിന്നെ അപ്പോൾ നിർണായക ക്യാച്ചുകളിലൂടെ ഇപ്പോൾ തിലകോർമ്മ വിടുന്നുണ്ട്, അതുപോലെ ഒരു നിർണായക ക്യാച്ച് 20 റൺസോളാണ് വെസ്റ്റ് ഇൻഡീസിനെതിരായ മത്സരത്തിൽ നമ്മൾ ഫീൽഡിലെ പിഴവുകൾ കൊണ്ട് എക്സ്ട്രാ റൺസ് വിട്ടുകൊടുക്കുന്നത്. ഇപ്പോൾ T20 മത്സരങ്ങളിലൊക്കെ ക്യാച്ചുകൾ ഇങ്ങനെ വിട്ടുകൊടുക്കുന്ന ചെറിയ റൺസുകളൊക്കെ നിർണായകമാകുമെന്നിടത്ത് സെമി പോലെ ഒരു മത്സരത്തിന് മുമ്പ് ടി ദിലീപ് ശരിക്ക് വലിയ ആലോചനകൾക്ക് മുതിർന്നേ മതിയാവും. റിങ്കു സിംഗിനെയാണ് നമ്മൾ പിന്നെ ഫീൽഡിൽ വല്ലാതെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യനെന്നും കണ്ണുമടച്ച് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനെന്നും പറയുന്നത്. പക്ഷേ അദ്ദേഹം പുറത്താണ് നിൽക്കുന്നത് എന്ന് ആലോചിക്കണം. ഫീൽഡിലെ പിഴവുകൾ സിംബാബ്വേക്കെതിരായ മത്സരത്തിൽ ഒരു ക്യാച്ച് മിസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ക്യാച്ച് ഒരു ലോകകപ്പ് തന്നെ നേടിത്തരുമെന്ന് ഇന്ത്യയോളം വേറെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ മത്സരത്തിലെ സൂര്യകുമാർ യാദവിന്റെ ആ ക്യാച്ച് തന്നെയാണ് എനിക്കൊരു ലോകകപ്പ് നേടി കൊടുത്തത്. സ്വാഭാവികമായിട്ടും ഫീൽഡിലെ പെർഫോമൻസിനായിരിക്കും. ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്താൽ ആ ലോകകപ്പിനെ നഷ്ടപ്പെടുന്ന കാഴ്ച നമ്മൾ 99 ലോകകപ്പ് ക്യാച്ച് നഷ്ടപ്പെടുത്തി ഹർഷൽ ഗിബ്സിന്റെ ആ ഒരു ശ്രീബോധന്റെ അടുത്ത് ചെന്ന് യു ഡ്രോപ്പ് എ വേൾഡ് കപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു ഐതിഹ്യമൊക്കെ ഉണ്ട്. അപ്പം ക്യാച്ചുകൾ ഇപ്പം നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതുപോലെ ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് യുവതാരങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളോളം ഈ ഒരു പൊസിഷനിലൊക്കെ വിരാട് കോഹ്ലിയും രവീന്ദ്ര ജഡേജയും മറ്റുമൊക്കെ പിന്നെ ഫീൽഡ് ചെയ്തിരുന്ന ഒരു സമയം അവർ ഒറ്റ ക്യാച്ച്, അതായത് അവരുടെ ക്യാച്ച് ഡ്രോപ്പ് പെർസെൻറ്റേജ് പോലും വളരെ കുറവാണ്. അതുപോലെ വരുൺ ചക്രവർത്തി ആ തുടക്കത്തിൽ വിട്ടുകളഞ്ഞ റൺ ഔട്ട് കണ്ടില്ലേ, അത് ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. സിമ്പിൾ ആയിട്ട് ഔട്ടാൻ കഴിയുന്നു. എറിഞ്ഞാലും വിക്കറ്റ് ആയിരുന്നു. പുള്ളി സെന്ററിലേക്ക് എറിയുന്നത്, ബോൾ ഗ്രൗണ്ടിന്റെ സെന്ററിലേക്ക് ഓർഡർ എടുക്കുന്നത്, പിച്ചിന്റെ സെന്ററിലേക്ക്. അതെ, ഫീൽഡിൽ ഇന്ത്യ വളരെ ശോകമായിട്ട് നിൽക്കുകയാണ്. എന്തായാലും തിരുത്തണം. മാത്രമല്ല ഇപ്പം നമ്മളിനി രണ്ട് സെമി ഉണ്ട്. രണ്ടാമത്തെ സെമിയിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ സെമി ലിറ്ററലി അതാണ് ഈഡൻ ഗാർഡൻസിൽ വെച്ചിട്ട് ന്യൂസിലൻഡ് വേഴ്സസ് സൗത്ത് ആഫ്രിക്ക. അപ്പം മികച്ചൊരു മാച്ച് തന്നെയായിരിക്കും. തീർച്ചയായിട്ടും ന്യൂസിലാൻഡ് വേഴ്സസ് സൗത്ത് ആഫ്രിക്ക എന്ന് പറയുമ്പോൾ ഒരു ഫേവറേറ്റ് എന്നുള്ള നിലക്ക് സൗത്ത് ആഫ്രിക്കയാണ് ഈ ലോകകപ്പിലെ ഏറ്റവും മികച്ച ടീം. അവർ എല്ലാ മത്സരങ്ങളും ജയിച്ച് വളരെ ആധികാരികമായിട്ടാണ് അവർ ഈ സെമിയിലേക്ക് മാർച്ച് ചെയ്തിരിക്കുന്നത്. ന്യൂസിലാൻഡ് പോലും ഒരു ഘട്ടത്തിൽ സൂപ്പർ 8-ൽ പാകിസ്ഥാൻ്റെ പിന്നെ വിജയ സാധ്യതകൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ മത്സരഫലം കാത്തു നിന്നിട്ടായിരുന്നു അവർ സെമിയിലേക്ക് എത്തിയത്. എങ്കിൽ കൂടിയും ഈ രണ്ട് ക്യാപ്റ്റൻസിൻ്റെ മത്സരമായിരിക്കും. കാരണം രണ്ടുപേരും ഈ ലോകകപ്പിലെ ഏറ്റവും മികച്ച രണ്ട് ക്യാപ്റ്റൻസ് എന്ന് പറയുമ്പോൾ എയ്ഡൻ മാർക്രവും അതുപോലെ സാന്നറാണ്. സാന്നറെ സംബന്ധിച്ചിടത്തോളം സാന്നർ ഒരുപാട് കാലം ഈ അദ്ദേഹം ഏറ്റവും മികച്ച പ്ലെയറാണ്. എങ്കിൽ കൂടിയും അത് ടീം ബാലൻസിന് വേണ്ടിയിട്ട് പല സമയങ്ങളിലും അദ്ദേഹം പുറത്തിരിക്കേണ്ട ഒരു അവസ്ഥ വന്നിരുന്നു. അതിപ്പം IPL ആണെങ്കിലും ന്യൂസിലാൻഡ് ടീമിലാണെങ്കിലും അവരുടെ ഏറ്റവും മികച്ച സ്പിന്നറാണെങ്കിലും ടീം ബാലൻസ് പ്ലേയിങ് ലെവലിൽ പുറത്തു വെക്കേണ്ട സാഹചര്യം വന്നിരുന്നു. CSKക്കൊപ്പം അദ്ദേഹം ഒരുപാട് കാലമുണ്ട്, പക്ഷേ വളരെ കുറഞ്ഞ മത്സരങ്ങളിൽ മാത്രമാണ് അദ്ദേഹത്തിന് അവസരങ്ങൾ ലഭിച്ചിട്ടുള്ളൂ. അപ്പം പക്ഷേ എങ്കിൽ കൂടിയും ഒരു ഘട്ടത്തിൽ ന്യൂസിലാൻഡ് അവരുടെ ക്യാപ്റ്റനായി അദ്ദേഹത്തെ അവരോധിക്കുന്നു, അല്ലെങ്കിൽ കെയ്ൻ വില്യംസിന് ശേഷം ടിം സൗത്തിക്ക് ശേഷം അവരുടെ ക്യാപ്റ്റനായി അവരോധിക്കുന്നു എന്നുള്ളത് ഒരു വലിയൊരു ടാക്ടിക്കൽ മൂവ്മെൻറ്റ് തന്നെയായിരുന്നു. മിച്ചൽ സാനർ ഈ പരമ്പരയിൽ തന്നെയും ഏറ്റവും മികച്ച രീതിയിൽ അവരെ മുന്നിൽ നിന്ന് നയിച്ച ക്യാപ്റ്റനാണ്. ചില മത്സരങ്ങൾ അദ്ദേഹത്തിൻ്റെ ക്യാമിയോകളാണ്. പാകിസ്ഥാനെതിരെയുള്ള മത്സരമൊക്കെ അദ്ദേഹം ഇറങ്ങി അവസാന നിമിഷത്തെ ആ വെടിക്കെട്ട് തന്നെയാണ് അവരെ വിജയത്തിലേക്ക് എത്തിച്ചത്. അതുപോലെ എയ്ഡൻ മാർക്രം അദ്ദേഹം നൽകുന്നൊരു ബാലൻസ്, തുടക്കത്തിലുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ടാവട്ടെ, മൊത്തത്തിൽ ടീമിന് നൽകുന്നൊരു ഊർജ്ജമാവട്ടെ, ആ രണ്ട് ക്യാപ്റ്റൻസിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട മത്സരമായിരിക്കും. അതിൽ ഇപ്പം സെമിയിലേക്ക് എത്തുമ്പോൾ ഒരു ടീമിന് മുൻതൂക്കം എന്നൊക്കെ പറയുമെങ്കിലും ഇത് സെമി ഫൈനൽ, ഒരു വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലാണ്. അപ്പോൾ ഇവർ പിന്നെ കൈമെയ് മറന്നുകൊണ്ട് വിജയിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാവും ന്യൂസിലാൻഡും സൗത്ത് ആഫ്രിക്കയും ഇറങ്ങുക. അതിൽ തന്നെ പോയി ഹിസ്റ്ററി പറയുന്നതിനൊന്നും കാര്യമില്ല. സെമി ഫൈനലിൽ ആര് വിജയിക്കുന്നു അവർ ഫൈനലിൽ എത്തുന്നേ ഉള്ളൂ. എന്നാൽ പോലും വേൾഡ് കപ്പിൽ കുറച്ചധികം എഡ്ജ് സൗത്ത് ആഫ്രിക്ക ഉണ്ട് എന്നുള്ളതാണ്. ന്യൂസിലൻഡ് ഇതുവരെ ലോകകപ്പിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഒരു വിജയം പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആകെ T20 എടുക്കുമ്പോൾ 19 മത്സരങ്ങളാണ് അവർ കഴിച്ചത്. അതിൽ 12 വിജയിച്ചിട്ടുള്ള സൗത്ത് ആഫ്രിക്കയാണ്. 7 മത്സരം മാത്രമാണ് ന്യൂസിലൻഡിന് വിജയിക്കാൻ. ഇതേ പക്ഷേ ഏകദിന ലോകകപ്പിൽ 2015 ഏകദിന ലോകകപ്പിൽ അന്ന് പിന്നെ ഇതേ ന്യൂസിലാൻഡാണ് സൗത്ത് ആഫ്രിക്കയെയും AB ഡിവില്ലിയേഴ്സിനെയൊക്കെ കരയിപ്പിച്ച ആ ഒരു 6 ഉണ്ടല്ലോ, അങ്ങനെ ഒരു ഓർമ്മ കൂടി ഉണ്ട് നമ്മുടെ മനസ്സിലായിട്ട്. മാത്രമല്ല ഈ മാർക്കത്തിൻ്റെ കാര്യം പറഞ്ഞോണ്ട്, എയ്ഡൻ മാർക്കത്തിന് ഒരുപാട് നല്ല ഓർമ്മകളുള്ളൊരു വേൾഡ് കപ്പിനാണ്. കാരണം അദ്ദേഹം കഴിഞ്ഞ T20 ലോകകപ്പ് ഫൈനലിൽ പരാജയപ്പെട്ടതിന് ശേഷം പിന്നീട് എല്ലാ മത്സരവും അദ്ദേഹം വിജയിച്ചു. ഈ വേൾഡ് കപ്പിൽ 100% വിന്നിംഗ് പെർസെൻറ്റേജുള്ള ഏക ടീം സൗത്ത് ആഫ്രിക്കയാണ്. മാർക്കത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കുറേ ഇൻഡിവിജ്വൽ റെക്കോർഡിലേക്കാണ് ഇപ്പോൾ നേടാൻ പോകുന്നത്. ഇപ്പോൾ ഇനിയിപ്പോൾ വരാൻ പോകുന്ന മത്സരത്തിൽ 52 റൺസ് അടിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് T20 3000 റൺസ് ആവും. ഒരു 32 റൺസ് അടിച്ച് കഴിഞ്ഞാൽ
ഈ ലോകകപ്പിൽ 300 റൺസ് അടിക്കുന്ന താരം. അത് ലോകകപ്പിൽ ഇന്നേ വരെ ഒരു ദക്ഷിണാഫ്രിക്കൻ താരം പോലും T20യിൽ ഒറ്റ എഡിഷനിൽ 300 റൺസ് എന്നൊരു നാഴികക്കല്ലിൽ എത്തിയിട്ടില്ല. അപ്പോൾ ആ ഒരു നാഴികക്കല്ലിലേക്ക് മാർക്കറ്റ് എത്താൻ പോകണം. അപ്പോൾ അത്തരത്തിൽ മാർക്കറ്റിനും വ്യക്തിപരമായിട്ട് വലിയ സന്തോഷമുള്ള ഒരു ലോകകപ്പ് കൂടിയായിരിക്കും ഇത്. ഹരിച്ചനും തോന്നുന്നു ന്യൂസിലാൻഡ് പിന്നെ സൗത്ത് ആഫ്രിക്ക തന്നെയാണ് ഇതിൽ ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ടൂർണമെന്റിൽ ഇവർ 2ാം തവണയാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്. ആദ്യത്തെ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്ക ജയിക്കുന്നു. സൗത്ത് ആഫ്രിക്ക ഇന്ത്യയും പരാജയപ്പെടുത്തി അൺബീറ്റൺ ആയിട്ടാണ് ഈ ടൂർണമെന്റിൽ പിന്നെ മൊത്തത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പിന്നെ ഒരു ഇന്ത്യ സൗത്ത് ആഫ്രിക്ക പിന്നെ സെക്കൻഡ് ഫൈനൽ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിൽ സൗത്ത് ആഫ്രിക്ക ഒരു ഭയങ്കര ബാലൻസ്ഡ് ആയ ഒരു ടീമാണ് അവർ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാർക്രം വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരാൾ പോയി കഴിഞ്ഞാലും ഓരോ മത്സരത്തിനും കളിതിരിക്കാൻ ശേഷിയുള്ള ഒരു പിടി താരങ്ങൾ അവരിലുണ്ട്. ഡീകോക്ക് ആണെങ്കിലും റിക്കൽട്ടൺ ആണെങ്കിലും ബ്രവിസ് ആണെങ്കിലും കോർബിൻ ബോഷ് ആണെങ്കിലും പിന്നെ അവരുടെ ബോളിംഗ് ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ട്. എന്ന് മാത്രമല്ല അവരുടെ ബോളിംഗ് ലൈനപ്പ് അതിനേക്കാൾ ശക്തമാണ്. ഇപ്പോൾ ലുങ്കേങ്കടി 12 വിക്കറ്റുകളായിട്ട് വിക്കറ്റ് എടുക്കുന്നത് മാത്രമല്ല അദ്ദേഹം റണ്ണ് വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളത്. എക്കോണമി വളരെ കുറവാണ്. അതിൽ ഇന്ത്യക്കെതിരായ മത്സരത്തിലൊക്കെ വേരിയേഷൻസ് ഒന്നും അല്ല അതിനെ പറയേണ്ടത്, സ്ലോവർ ബോളുകൾ എന്ന് തന്നെയാണ് അതിനെ പറയേണ്ടത്. എന്നിട്ട് ആ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സ്പെല്ലായിരുന്നു ഏറ്റവും കുറഞ്ഞ എക്കോണമിയിൽ അദ്ദേഹം പന്തെറിഞ്ഞെടുക്കുന്നു. യാൻസൺ നന്നായി പന്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ യാൻസൺ 11 വിക്കറ്റോളം മറ്റും എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ മഹാരാജ ആയിക്കോട്ടെ. അതന്നെ. പക്ഷേ സ്പിന്നിൽ മാത്രമായിരിക്കണം ചിലപ്പോൾ കേശവ മഹാരാജ് അല്ലാതെ അവർക്ക് പിന്നെ മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്തത്. എന്നാൽ പിന്നെ ന്യൂസിലാൻഡിലേക്ക് വരുന്ന സമയത്ത് സീഫേർട്ടും ഫിൻലാൻഡും കൂടി തുടങ്ങുന്ന ഒരു തുടക്കം അവർക്ക് എപ്പോഴും വളരെ നിർണായകമാകാറുണ്ട്. പക്ഷേ ഫിലിപ്സ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് എന്നുള്ളൊരു ചോദ്യമുണ്ട് അവരുടെ ബാറ്റിംഗ് ലൈനപ്പിനെ കുറിച്ച്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക തന്നെയാണ് ഫേവറേറ്റ്സ്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2ാം ഫൈനൽ കാണും. ദക്ഷിണാഫ്രിക്ക പിന്നെ പകരം വിട്ടുമോ എന്നൊക്കെ കാത്തിരുന്ന് കണ്ടത്. പക്ഷേ നരേന്ദ്രമോദി സ്റ്റേഡിയമാണ് ഫൈനൽ എന്ന് ആലോചിക്കണം. ഇന്ത്യക്ക് തീരെ ബാക്കിയില്ലാത്തൊരു സ്റ്റേഡിയമാണിത്. ഓക്കെ, അപ്പോൾ പിന്നെ എല്ലാവരും പ്രവചിച്ചതുപോലെ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മറ്റൊരു T20 ഫൈനൽ നടക്കുമോ എന്നുള്ള സംശയങ്ങൾക്കിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇംഗ്ലണ്ട് എന്ന് പറയുമ്പോൾ ഇതുവരെയുള്ള കണക്കിലെടുത്ത് നോക്കുമ്പോൾ ഇന്ത്യ തന്നെയാണ് ഒരു അപ്പർ ഹാൻഡ് ഉള്ളത്. അപ്പുറത്ത് സൗത്ത് ആഫ്രിക്ക ന്യൂസിലാൻഡ് മത്സരത്തിലും സൗത്ത് ആഫ്രിക്കയ്ക്ക് തന്നെയാണ് അപ്പർ ഹാൻഡ് ഉള്ളത്. അതൊക്കെ രീതിയിൽ ഈ 2 സെമി ഫൈനലുകൾ നമ്മൾ പ്രവചിച്ചതുപോലെ ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്ക ജയിക്കുകയാണെങ്കിൽ ഫൈനലിൽ മറ്റൊരു സ്വപ്ന ഫൈനൽ എന്ന് തന്നെ പറയാം. സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം പകരം വീട്ടാനുണ്ട് 2024 T20 ലോകകപ്പിൻ്റെ ഫൈനൽ. അന്നത്തെ സൂര്യകുമാർ യാദവിൻ്റെ ക്യാച്ച്, അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്വപ്ന ഫൈനൽ നമുക്ക് സാധിക്കുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ടാക്ടിക്സ് ഇവിടെ അവസാനിക്കുന്നു.